ആദർശിക്കാന്റെ ഓരോ പടവും വ്യത്യസ്തമാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ യുവതലമുറയെ ഒരു ഒരു മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സന്ദേശം ഇതിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അർജുൻ അശോകനായാലും മുബിൻ എന്ന് പറഞ്ഞ പുതുമുഖം റാഫിഖാന്റെ മകൻ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ റാഫിക്ക, പിന്നെ ദേവിക നായിക, എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ബൈജു ചേട്ടൻ, സമ്മതിക്ക, എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ യുവതലമുറക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സന്ദേശം കുഴപ്പമില്ല. ആദർശ റാഫിയ കൂട്ടിട്ട് വന്ന് പിന്നെ കോമഡി പടം പക്ഷെ ഇത് കോമഡി അല്ല, ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിട്ട്. എന്നാലും അർജുനേഷനൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും ലാസ്റ്റ് ആകുമ്പോൾ ചെറിയ കോമഡികൾ, സെക്കൻഡ് ഹാഫ് ആണെങ്കിൽ കോമഡി കാര്യങ്ങളൊക്കെ വന്നിട്ട് പടം ബാച്ചുകളാണ്. നല്ല അടിപൊളി, സൂപ്പർ സൂപ്പർ. അടിപൊളി, ഗംഭീരമായിട്ടുണ്ട്. നിങ്ങളല്ലേ പറയുന്നത്? എല്ലാരും നന്നായിട്ട് നല്ല പടം, നല്ല പടം, നല്ല പടം, നല്ല പടം. നല്ല പടം, അടിപൊളി, നല്ല സിനിമ. ഒരു പോരാട്ടം കൂടെയാണ്. നല്ല മദ്യത്തിന് മയക്കുമരുന്നിനെതിരായിട്ട് നല്ലൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട് സിനിമ. കോമഡി നല്ല രീതിയിൽ പടം കണ്ടാ എല്ലാവരും പടം കണ്ടാ ഓഡിയൻസിനെ അറിയാം ആദർശക്ക. അതെ അതെ അത് അധികം പറഞ്ഞു വരുന്നത്. അപ്പൊ അത്രയും പഴയ ആളായതുകൊണ്ട് ഒരു ഓഡിയൻസിന് ഏത് രീതിയിലാണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നുള്ള ഡയറക്ടർക്ക് അറിയുന്നതുകൊണ്ട് പുതിയൊരാളാണ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ആക്ടിങ്ങും അത് കഴിവുള്ള ഒരാളാണ്, നമുക്ക് കണ്ടല്ലോ. നമുക്ക് ഒരിക്കലും ഇതൊരു പുതിയൊരാളാണെന്ന് ഫീൽ ചെയ്യില്ല. ചില പടങ്ങളൊക്കെ പോകുമ്പോൾ അയ്യോ അത്രയും പെർഫോമൻസ് വേണ്ടായിരുന്നില്ല, അങ്ങനെ അതൊരു കറക്റ്റ് ബാലൻസ് ആയിട്ട് പിടിച്ചിട്ടുണ്ട്. ആ ബാലൻസ് ആ സിനിമയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. എൻഗേജ്ഡ് ആണ്. അധികം ലാഗ് കാര്യങ്ങളൊന്നും, നല്ല പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൊത്തത്തിൽ കളർഫുൾ പടം. ആദർശക്കാരൊക്കെ പോലെ ആദർശക്കാരുടെ പ്രോഗ്രാം നമുക്കറിയാലോ, അതൊരു വൈബായിരിക്കും എന്നറിയാം. ആ വൈബ് അവിടെ പടത്തിൽ കിട്ടിയിട്ടുണ്ട്. ടൈപ്പ് ജോണർ എന്ന് പറയുന്നത് എല്ലാ സംഭവങ്ങളും ഉണ്ട്. കുറച്ച് ത്രില്ലിംഗ് ആയിട്ട് സംഭവം ഉണ്ട്, കോമഡി ഉണ്ട്. മൊത്തത്തിൽ നല്ലൊരു ജോണർ, ഫാമിലി ഓഡിയൻസിനൊക്കെ പറ്റുന്ന നല്ലൊരു പടം. അതെ അതെ പിടിച്ച ഈ പടത്തിന് ഇതിൻ്റെതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. അത് എല്ലാ ജോണറിലും ഈ ഓരോ ജോണറിലും ഫൈറ്റ് ആയിട്ടുള്ള ടർബ് പോകുന്നുണ്ട്, കോമഡി കയറാൻ പല നാടുകളിലും ഉണ്ട്. ഈ പടത്തിന് ഇതിൻ്റെതായിട്ടുള്ള സ്പേസ്, ആ സ്പേസ് അവിടെ തന്നെ ഉണ്ടാവും. ഈ പടത്തിന്റെ ഓഡിയൻസ് എന്തായാലും ഈ പടം തന്നെ കാണുമ്പോൾ ആവശ്യക്കാരെ പടം ആൾക്കാർക്ക് അറിയാം. അതെന്തായാലും ഒരു 150 പടത്തിലാവില്ലെന്നാണ് അറിയാം. മിനിമം ഗ്യാരണ്ടിയാണ് അദ്ദേഹത്തിന്റെ പടങ്ങളൊക്കെ. അത് അതേപോലെ തന്നെ വർക്കൗട്ട് ആയിരിക്കും. വൺസ് അപ്പോൺ എ ടൈം, അത് പടത്തിന്റെ പേര് കേട്ടപ്പോഴും പിന്നെ റാഫി നാദൃശ്യ കൂട്ടിയിട്ടെന്ന് പറഞ്ഞപ്പോ കുറച്ച് കോമഡി പടം ആ ഒരു ലെവലാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഇത് കോമഡി പടം അല്ല, ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിട്ട് വന്നേക്കണം. അതായത് കൊച്ചി ആസ്ഥാനമായിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ അല്ല, അത് തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും. ഡ്രഗ് മാഫിയ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഇതിൽ അത്യാവശ്യം കോമഡി വന്നിട്ടുണ്ട്. അതായത് അത്യാവശ്യം കോമഡി വന്നിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സ് ആയപ്പോൾ നമ്മുടെ റിയാസ് ഖാൻ ഇതിൽ അടിച്ചു കയറി വന്നിട്ടുണ്ട്. പിന്നെ രസമായിട്ട് അത് അടിച്ചു കയറി വന്നിട്ടുണ്ട് പുള്ളി. എന്തായാലും അല്ല, ചെറിയൊരു റോള് പോലെയാണ്. പക്ഷെ ഒരു തിരിച്ചുവരവെന്നൊന്നും പറയാനില്ല. പക്ഷെ പുള്ളി നല്ല രീതിയിൽ കോമഡി ചെയ്തിട്ടുണ്ട്. കോമഡി കഥാപാത്രമായിട്ട് പുള്ളി വന്നതാണ്. കൊള്ളാം. എന്തായാലും ഒരു തിയേറ്റർ വാച്ചുകളായിട്ട് തോന്നി, എനിക്കിഷ്ടം. അല്ല, ഒരു വ്യത്യാസമുണ്ട് ശരിക്കും.
പ്രേക്ഷകർക്ക് ഒരു മെസ്സേജ് കൊടുക്കുന്നു. പറഞ്ഞേ ഫാമിലി ആയിട്ട് കുട്ടികളായിട്ട് കാണാൻ പറ്റിയ നല്ലൊരു സിനിമയാണ്. പെട്ടെന്ന് കഴിഞ്ഞ പോലെ തീർന്നുപോയി. നല്ലൊരു മൂവി. സാറിന്റെ കോമഡി സിനിമകളാണ് ചെയ്യുന്നത്. പക്ഷെ അതിൽ നിന്ന് നല്ലൊരു സിനിമ ഒക്കെ ചെയ്യുന്ന ഒരു ഇതാണ് നാർഷിക ആദ്യമായിട്ട് ഇങ്ങനെ വേറൊരു ത്രില്ലറിലേക്ക് മാറി ഒക്കെ ചെയ്തു. എന്തായാലും മലയാള സിനിമയ്ക്ക് ഒരു പുതിയ നായകനെ കിട്ടി. നല്ല കോമഡി ഉണ്ട്. കോമഡി ഇല്ലാന്നൊക്കെ പറഞ്ഞെങ്കിലും പക്ഷെ ഉള്ള സിറ്റുവേഷൻസ് കോമഡി ഉണ്ട് അല്ലേ. അപ്പോൾ എല്ലാവരും ഫാമിലി ആയിട്ട് വന്ന് കാണും. നല്ല സിനിമയാണ്.